MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചേനത്തണ്ടും ചെറുപയറും കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. കർക്കിടക മാസത്തിൽ ചേനത്തണ്ടിലും ചേനയിലയിലുമൊക്കെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള സമയമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണിത്. ഇതിനു വേണ്ടി അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേവിച്ചെടുക്കണം. ഞാൻ ഈ കരച്ചട്ടിയിലാണിത് വേവിക്കുന്നത്. പ്രഷർ കുക്കറിൽ വേണമെങ്കിലും വേവിക്കാം. അധികം വെന്ത് പോകാത്ത രീതിയിൽ വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമൊഴിച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനൊരു ചേനയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. അധികം മൂക്കാത്ത തണ്ട് വേണം എടുക്കാൻ. ഇതിൻ്റെ ഈ ഭാഗമാണ് എടുക്കേണ്ടത്. ഇത് ചെറുതായിട്ട് മുറിച്ചിട്ട് തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്കിത് കുനുകുന അരിഞ്ഞെടുക്കാം. ഇനി ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ ഒതുക്കിയെടുക്കണം. 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ചെറിയുള്ളിയും 5 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ഈ ചെറുപയർ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അരി ചേർക്കാം. ചോറ് വെക്കുന്ന വെള്ള അരിയോ കുത്തരിയോ ചേർക്കാം. അരി ചേർത്ത് പൊട്ടിച്ചാൽ നല്ല തോരന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേനത്തണ്ട് ഇട്ട് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് 5 മിനിറ്റ് വേവിക്കണം. ഇതിലേക്ക് ഇനി തേങ്ങ ഒതുക്കിയത് ചേർക്കാം. വേവിച്ച് വെച്ച ചെറുപയറും കൂടി ചേർത്ത് ഇതൊരു 5 മിനിറ്റ് കൂടി അടച്ചു വെക്കാം. അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചേനത്തണ്ട് ചെറുപയർ തോരൻ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.